ഒരു തീർത്ഥാടന കാലത്തിന് പരിസമാപ്തി കുറിച്ച മകരവിളക്കിനായി ശബരിമല ക്ഷേത്രനട ഒരുങ്ങിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് മന്ത്രിയും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് ഭാരവാഹികളും MLAയും ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരമുണ്ട് മിനിസ്റ്ററെ. ഈ തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് കാര്യങ്ങൾ? നമസ്കാരം. ശബരിമല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് തിരുവാഭരണ ഘോഷയാത്ര പന്തളം കൊട്ടാരത്തിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി പുറപ്പെട്ടിരിക്കുന്നു. അത് സ്ഥിരം വരാറുള്ള കാനനപാതയിൽ കൂടി 14-ാം തീയതി സന്നിധാനത്തിൽ എത്തിച്ചേരും. ആ തിരുവാഭരണം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി സായാഹ്നത്തിൽ പൊന്നമ്പലമേട്ടിലെ ജ്യോതി തെളിയുന്നതോടെ മകരവിളക്കായി. ഈ മകരവിളക്ക് തീർത്ഥാടന കാലഘട്ടം ഏറ്റവും സുഗമമാക്കി മാറ്റുന്നതിന് വേണ്ടി സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സംവിധാനങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സന്നദ്ധ സംഘടനകളും എല്ലാം ചേർന്ന് തിരുവാഭരണ ഘോഷയാത്ര വരുന്ന കാനനപാതയെല്ലാം സജ്ജമാക്കി കഴിഞ്ഞു. അതിന് അകമ്പടി സേവിക്കേണ്ട എല്ലാ ടീമിനെയും ഒരുക്കി കൊടുത്തിരുന്നു. അത് കൃത്യമായി സഞ്ചരിച്ച് സമയബന്ധിതമായി സന്നിധാനത്തിലെത്താൻ വേണ്ട ക്രമീകരണങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞു. ഇതുകൂടാതെ ഇന്നലെ എരുമേലിയിൽ അമ്പലപ്പുഴ സംഘത്തിൻ്റെയും ആലങ്ങാട് സംഘത്തിൻ്റെയും ചരിത്രപ്രസിദ്ധമായ പേട്ടതുള്ളലുണ്ടായിരുന്നു. ആ പേട്ടതുള്ളൽ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് അവർ തമ്മിൽ ഒരു പ്രശ്നങ്ങളുമില്ലാതെ ഐക്യത്തോടു കൂടി ആ പേട്ടതുള്ളൽ ഭംഗിയായി ഫലപ്രദമായി വിജയകരമായി ഇന്നലെ പൂർത്തിയാക്കി അവർ സന്നിധാനത്തിലേക്ക് കാനനപാതയിലൂടെ യാത്ര തിരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ എന്തൊക്കെയാണോ മുൻകരുതലെന്ന രൂപത്തിൽ സ്വീകരിക്കേണ്ടത് അത് ഇന്നലെ എരുമേലി യോഗം ചേർന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മെമ്പർമാർ, ഞങ്ങൾ ഉദ്യോഗസ്ഥ പ്രമുഖർ, MLAമാർ എല്ലാം കൂടി ചേർന്ന് ഞങ്ങളെല്ലാം ചേർന്ന് ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപവും ഭാവവും നൽകി നമുക്ക് ഈ മകരവിളക്ക് കാലഘട്ടം പൂർത്തീകരിക്കുന്നവരെയുള്ള തീർത്ഥാടനം ഏറ്റവും ഭംഗിയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇന്നിപ്പോൾ പമ്പാ സംഗമം നടന്നു. 2018 വെള്ളപ്പൊക്ക കാലഘട്ടത്തോടുകൂടി പമ്പാ സംഗമം നിർത്തിവെച്ചിരുന്നതാണ്. ആ വെള്ളപ്പൊക്ക കാലഘട്ടത്തിൻ്റെ കെടുതികളെല്ലാം മാറി പൂർവാധികം ശക്തിയോടെ പമ്പയും അതുപോലെ തന്നെ തീരപ്രദേശവും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പമ്പാ സംഗമം പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സായാഹ്നത്തിൽ ഇവിടുത്തെ ഭക്തജനങ്ങളെല്ലാം സാക്ഷി നിർത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷതയിൽ ഞങ്ങൾ യോഗം ചേർന്നു. ഞങ്ങളെല്ലാം അതിൽ പങ്കെടുത്തിരുന്നു. പത്മശ്രീ ജയറാം നടൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തിരുന്നു. ഒട്ടേറെ വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്ത പമ്പാ സംഗമം തീർത്ഥാടകർക്ക് പുതിയൊരു അനുഭവമായി. മാത്രവുമല്ല, എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശബരിമല തീർത്ഥാടന കേന്ദ്രം ആഗോളതലത്തിൽ തന്നെ ഏറ്റവും ഉന്നതമായ വിശ്വമാനവികത ഉയർത്തിപ്പിടിക്കുന്ന തീർത്ഥാടന കാലഘട്ടമാണ് ഒരുക്കിയെടുക്കുക. അതിൽ ജാതിയോ മതമോ പ്രദേശമോ ഭാഷയോ അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ വ്യത്യസ്തതകൾക്കോ ഒന്നും അവിടെ സ്ഥാനമില്ല. തത്വമസിയാണ് ശബരിമല ഉയർത്തുന്ന സന്ദേശം. അയ്യപ്പൻ്റെ സന്ദേശം അതാണ്. എല്ലാവരും അയ്യപ്പന്മാരാണ്, ഞാനും നീയും എന്ന വ്യത്യാസമില്ല. ആ സന്ദേശം അർത്ഥപൂർണ്ണമാക്കുന്ന തരത്തിലാണ് പമ്പാ സംഗമം നടന്ന്. അതുപോലെ തന്നെ എരുമേലിയിലെ പേട്ടതുള്ളലാണെങ്കിൽ മതസൗഹാർദ്ദത്തിൻ്റെ മഹാമന്ത്രം ഉയർത്തുന്ന സന്ദേശമായി രൂപാന്തരപ്പെട്ടു. എല്ലാ അർത്ഥത്തിലും ശബരിമല ഉയർത്തുന്ന സന്ദേശം ലോകത്ത് തന്നെ ഒരു വിശ്വമാനവികയുടെ സന്ദേശം ഉയർത്തുന്ന തീർത്ഥാടന കാലഘട്ടമാണ്. മതാതീത അല്ലെങ്കിൽ ജാതിക്കതീതമായി വർണ്ണവർഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തീർത്ഥാടനത്തിന് എത്തിച്ചേരാൻ കഴിയും. ഇരുമുടിക്കെട്ടുമായി കടന്നു വരുന്ന ഒരു ഭക്തനെ പോലും തിരിച്ചയക്കുന്ന സമ്പ്രദായം ശബരിമലയിലില്ല. അത് മറ്റ് ഒരുപക്ഷെ ആരാധനാലയങ്ങളിൽ വ്യത്യസ്തമായ സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു. അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ പൊതുവിലുള്ളത് എല്ലാവർക്കും അറിയാം. അത് കൃത്യമായി പാലിച്ച് മുന്നോട്ട് വരുന്ന ഏതൊരാൾക്കും ശബരിമല ദർശനം സുഖമാക്കി സുഖകരമാക്കി മാറ്റി തീർക്കുന്ന ദൗത്യമാണ് ഈ പ്രാവശ്യം ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും ചേർന്ന് നേതൃത്വപരമായ പങ്കുവഹിച്ച് കൈക്കൊണ്ടത്. അതെല്ലാം വിജയം കണ്ട് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന അവസാന ദിവസമാണ് അടുത്ത 13ഉം 14ഉം എന്ന് പറയുന്ന ദിവസങ്ങൾ. ഈ 2 ദിവസവും ഞങ്ങളെല്ലാം ഇവിടെ കേന്ദ്രീകരിച്ച് ഒരു ചെറിയ രൂപത്തിലുള്ള വീഴ്ച പോലും വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധാപൂർവം നീങ്ങും. അതീവ ജാഗ്രതയോടുകൂടി നീങ്ങാൻ എല്ലാ ഉദ്യോഗസ്ഥന്മാരും തയ്യാറെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും സാന്നിധ്യവും നേതൃത്വവും പങ്കാളിത്തവും എല്ലാം ഞങ്ങൾ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് അവരോടൊപ്പം ചേർന്ന് ഈ തീർത്ഥാടനം ഭംഗിയാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ഏർപ്പെടുകയാണ്. ഇടമുറിയാത്ത തീർത്ഥാടകരുടെ ഒരു പ്രവാഹമാണ് ഈ പരമ്പരാഗത കാനനപാതയിലൂടെ ഇപ്പോൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ തീർത്ഥാടകർക്കും ദർശന സൗകര്യം ഉറപ്പായി നൽകുമോ? നിശ്ചയമായും ഇതുവരെ വന്നിട്ടുള്ള ഒരു അയ്യപ്പ ഭക്തനും ദർശനം കിട്ടാതെ മടങ്ങേണ്ടി വന്ന അനുഭവം ഈ തീർത്ഥാടന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഞങ്ങൾ തറപ്പിച്ച് പറയും. സ്വാഭാവികമായി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഈ കാര്യത്തിൽ ഒരു വീഴ്ചയും വരാതെ അവർക്ക് മുഴുവൻ ദർശനം ഉറപ്പാക്കുന്ന തരത്തിലേക്ക് നല്ല
ശ്രമകരമായ നീക്കം നടത്തിക്കൊണ്ട് കാനനപാതയിൽ കൂടി കടന്നു വരുന്ന വെർച്വൽ ക്യൂ ഉള്ള എല്ലാവരെയും കയറ്റാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ഡയറക്ഷൻ തന്നിരുന്നു. കോടതിയുടെ അംഗീകാരത്തോടു കൂടി ആ വെർച്വൽ ക്യൂ ബുക്കിങ്ങിൽ ഏർപ്പെട്ട ആളുകളെല്ലാം കയറ്റും. അതോടൊപ്പം തന്നെ 13, 14 തീയതികളിലെ സ്പോട്ട് ബുക്കിങ്ങിനെ സംബന്ധിച്ചും വെർച്വൽ ക്യൂവിനെ സംബന്ധിച്ചും മുൻകൂട്ടി ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് തീർത്ഥാടക ഭാഗത്തുനിന്ന് നല്ല രൂപത്തിലുള്ള സഹകരണം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം എടുത്ത് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് മറ്റേതെങ്കിലും രൂപത്തിലുള്ള ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഒന്നും ഉണ്ടാവാതെ വരുന്ന ആളുകൾക്കെല്ലാം ദർശനം ഉറപ്പാക്കുന്ന രൂപത്തിലേക്കുള്ള നീക്കങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രസിഡന്റ്, ഈ പർണശാലകൾ കെട്ടി തീർത്ഥാടകരൊക്കെ സന്നിധാനത്ത് തമ്പടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് സന്നിധാനത്ത് ഇപ്പോൾ ഉള്ളത്? പോലീസിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ സാധാരണഗതിയിൽ പാണ്ടിത്താവളത്തും മാളികപ്പുറത്തും അതുപോലുള്ള ഈ മകരവിളക്ക് ദർശനവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ സാധാരണ കണ്ടുവരാറുള്ളത് അവരെ പർണശാല കെട്ടുമെന്ന് മാത്രമല്ല അവിടെ ഈ പാചകം ചെയ്യാനുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇത്തവണ ഞങ്ങൾ 13-ാം തീയതിയും 14-ാം തീയതിയും അവിടെ കൂടിയിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ 3 നേരവും രാവിലെ ഉപ്പുമാവ്, ഉച്ചയ്ക്ക് പുലാവ്, വൈകുന്നേരം കഞ്ഞി ഉൾപ്പെടെയുള്ള ഭക്ഷണം ഈ 2 ദിവസവും കൊടുക്കുവാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. ശക്തമായ പോലീസ് സംവിധാനം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്ര പേര് വന്നാലും നമുക്ക് നന്നായി മാനേജ് ചെയ്യുവാനുള്ളൊരു സംവിധാനമുണ്ട്. ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്ന ഒരു സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ വർക്കൗട്ടായിരിക്കുന്നത്. ഒരു കൂട്ടായ്മയായി നല്ല രീതിയിൽ ദർശന സൗഭാഗ്യം കിട്ടി ഭക്തജനങ്ങൾ തിരിച്ചു പോകുന്നത്. തീ പടരുന്നത് ഒഴിവാക്കാനാണോ പർണശാലകളിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്? അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. ഒരു ഫയർ ഉണ്ടാവരുത്. അത് വന്നാൽ ഉണ്ടാകുന്ന ദുരന്തം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോസ് ആഞ്ചൽസിലെ അത്തരത്തിലൊരു സംഭവം കാനനവാസത്തിൽ ഏർപ്പെടുന്ന ഒരു പ്രദേശത്തും ഉണ്ടാവരുത് എന്ന മുൻകരുതൽ എൻ്റെ ഭാഗമായാണ് ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതൊന്ന്. 2, പോലീസ് ഈ വൃക്ഷങ്ങളിലൊക്കെ കയറിയിരുന്ന് കെട്ടിടങ്ങളുടെ മട്ടുപ്പാവിലൊക്കെ കയറിയിരുന്ന് ഈ മകരജ്യോതി കാണാൻ വേണ്ടി ശ്രമിക്കുന്ന അയ്യഭക്തന്മാരുണ്ട്. അത് പൂർണ്ണമായി തടയണമെന്ന് പോലീസിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തടഞ്ഞില്ലെങ്കിലുള്ള കുഴപ്പം ചിലർ വൃക്ഷങ്ങളുടെ ഭാഗത്തുനിന്നും ചിലപ്പോൾ മറിഞ്ഞു വീഴാനോ അപകടം സംഭവിക്കാനോ ഒക്കെ സാധ്യതയുള്ളൂ. അതുപോലും ശ്രദ്ധിക്കാൻ ഞങ്ങൾ ഇന്നലെ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ തരത്തിലും അയ്യപ്പ ഭക്തന്മാർ തിങ്ങിക്കൂടുമ്പോൾ ഒരു സ്റ്റാമ്പേഡ് ഉണ്ടാകാതിരിക്കാൻ, ഒപ്പം ഇത്തരത്തിലുള്ള തീപിടുത്തം ഉണ്ടാകാതിരിക്കാൻ, മരങ്ങളിൽ കയറി മറിഞ്ഞു വീഴാതിരിക്കാൻ, ഇങ്ങനെയുള്ള മുൻകരുതലുകളെല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ പോലീസ്, അതുപോലെ തന്നെ ഫയർഫോഴ്സ്, ഒപ്പം നമ്മുടെ ഫോറസ്റ്റ് സേന, ഇവരെല്ലാം, അതുകൂടാതെ നമ്മുടെ സന്നദ്ധ സംഘടനയിലെ വളണ്ടിയേഴ്സ്, ഇതെല്ലാം ഒരു ടീമായി നിന്നുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞങ്ങളും കൂടെ അവരുടെ ഒപ്പമുണ്ട്. അപ്പോൾ പൊതുവിൽ ഈ 2 ദിവസം 13, 14 തീയതി നിർണായകമാണ്. അതും സുഗമമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇതിനോടകം തന്നെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ. മകരജ്യോതി കാണാൻ തമ്പടിച്ചിരിക്കുന്ന തീർത്ഥാടകർക്ക് 3 നേരവും സൗജന്യ ഭക്ഷണം നൽകുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മന്ത്രിയും വ്യക്തമാക്കുന്നത്. സാംജിത്ത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, പമ്പ.